ഞാൻ 1987-88 കാലം തൊട്ട് ശുശ്രൂഷ മേഖലയിൽ ഉണ്ടാകുന്ന ജീസസ് യൂത്തിലൂടെ ക്രിസ്ത്യനിലൂടെ കടന്നു വന്ന അല്ലേ 2001-2000 ബാച്ചിലാണ് പൗരോഹിത്യം കിട്ടുന്നത്. പൗരോഹിത്യം കിട്ടിയിട്ട് 25 വർഷമായി. എൻ്റെ 45-ാമത്തെ വയസ്സ് 44-45 വയസ്സിലാണ് എനിക്കൊരു മാരക രോഗം ബാധിക്കുന്നത്. ആ രോഗം ഞാൻ ശുശ്രൂഷയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന വലിയ കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അസുഖം വരുന്നത്. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ശുശ്രൂഷയിൽ നിൽക്കുന്നൊരു മനുഷ്യന് പെട്ടെന്നൊരു അസുഖം വരുമ്പോൾ അത് താങ്ങാനായിട്ട് പറ്റില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാതെ എൻ്റെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. പല മരുന്നുകൾ ചെയ്യുന്നുണ്ട്, അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, ഒന്നിനും എന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അല്ലേ ലിയാം? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രോഗിയായിട്ട് പ്രീസ്റ്റോമിൽ എന്നെ കൊണ്ടുവന്നാക്കി. ആ പ്രീസ്റ്റോമിൽ ഇരുന്ന് ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു. പുസ്തകങ്ങൾ വായിച്ചത് വിശുദ്ധരുടെ പുസ്തകങ്ങളാണ്. സീനാലിസ്ത കത്രീനയുടെ, അതുപോലെ തന്നെ നമ്മുടെ ഉറുസലേം സന്യാസ സമൂഹത്തിലെ മരിയ സെലിൻ്റെ, കനനായിക്കലിൻ്റെ, പൈതർപ്പിയോയുടെ, ജോൺ മരിയ പെയ്യാനയുടെ, മരിയവിനയുടെ മുമ്പ് വായിച്ചിട്ടുള്ള പൈതർപ്പിയോടെയൊക്കെയും പല ആവർത്തി വായിച്ചു. ആ പുസ്തകങ്ങൾ അങ്ങനെ അനേകം പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിലൊക്കെ നെളിച്ച് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എപ്പോൾ നടത്തണം എന്ന് വെച്ചാൽ എപ്പോൾ നടത്തണം? പകൽ പ്രാർത്ഥിച്ച് മതിയില്ലേ? പുലർച്ചയ്ക്കായിരുന്നു എൻ്റെ. നിങ്ങളാരും കൂടെ അല്ലേ? ഞാൻ അന്ന് വരെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, ഉള്ള കാര്യം പറയാം. ഞാനിങ്ങനെ ഈ വിശുദ്ധന്മാരുടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പാതിരിപ്പുരയൊക്കെ 4 ലക്ഷം ആൾക്കാരെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു പുലർച്ചയ്ക്കിരുന്ന് പ്രാർത്ഥന. പാതിരിപ്പുരയുടെ ജീവിതം ഒരു ദിവസം തുടങ്ങുന്നത് 2 മണിക്കാണ്. നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും. നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ പ്രാർത്ഥിക്കാനെടുത്തതിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയാമോ? 12 മണി തൊട്ട് 2:30-3 മണി വരെ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അല്ലേ അവിടെ കോൺഗ്രിഗേഷനിൽ 24 മണിക്കൂറും ദിവ്യകാരുണ്യം എടുത്ത് വെച്ച് ഉള്ള പ്രാർത്ഥനയുണ്ട് 365 ദിവസവും. അതിൽ ആ സമയത്ത് എടുത്തിരിക്കും. കാരണം എല്ലാവരും ഉറങ്ങും. ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അല്ലെ നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം നോക്ക്, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഒരു നൈറ്റ് വിജിൽ സെൻറ്റർ ഉണ്ടായിരിക്കും. ശുശ്രൂഷ എല്ലാം വലുത്, മധ്യസ്ഥ പ്രാർത്ഥനയും വലുത്. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ച് ഇതിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം എടുത്ത് വായിക്കാൻ തുടങ്ങി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 നമ്മളെടുത്ത് വായിക്കുമ്പോൾ അതിൽ 1-ാമത്തെ ഇതിൽ പറയുന്നത് എന്താണ്? ജന്തുക്കളെ ആരാധിക്കുന്ന ആരാധന രീതിയെക്കുറിച്ചാണ്. അല്ലേ? അന്ന് ആനയുടെ സംഘമുണ്ട്, പട്ടിയെ പിടിക്കാൻ പോയ പട്ടിയുടെ സംഘമുണ്ട്, എന്ന് പറഞ്ഞാൽ എല്ലാത്തിനുണ്ട്. 1-ാം പ്രമാണത്തിനെതിരെയുള്ള കാര്യമാണ്. അല്ലേ? അതെ, മൃഗാരാധനകൾക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു. ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഗ്നിയിൽ. ഇനി ആദ്യത്തെ നിങ്ങൾ വായിച്ചു, എന്താ? മൃഗാരാധനകർക്ക് അറിയിച്ച ശിക്ഷ അതിലൂടെ തന്നെ കിട്ടും. അല്ലേ? പട്ടിനെ ആരാധിക്കുന്നവരൊക്കെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ? പട്ടിയുടെ കടിയേറ്റ് തുടങ്ങാൻ തുടങ്ങി. തുടർന്ന് വരുമ്പോൾ പറയാണ്, പിന്നെ പറയുന്ന പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. ഇതിനെല്ലാം പരിഹാരം പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന് അതിൽ ഇപ്രകാരം ഒന്ന്, ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്താണ് അത് രൂപാന്തരപ്പെട്ടു. എന്താ ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് രൂപാന്തരപ്പെടുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചാണോ രൂപാന്തരപ്പെടുന്നത് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വരുന്നത്? അല്ലല്ലോ. ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയാണ് ടേസ്റ്റ് വരുന്നത്. അല്ലേ? പക്ഷേ ഇത് പറയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ചാണ് നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യത. എല്ലാ രോഗികൾക്കും എല്ലാ പ്രശ്നങ്ങളുള്ളവർക്കും പരിഹാരമായിട്ട് ഈശോ ഈ ലോകത്ത് നൽകിയത് തൻ്റെ ശരീരവും തൻ്റെ രക്തവുമാണ്. അതൊരു വിശുദ്ധ കുർബാനയിലൂടെയാണ് ഇറങ്ങി വരുന്നത്. അല്ലേ? അതുകൊണ്ട് പറയാണ്, ആദ്യത്തെ ആ മേഖലയിൽ മൃഗത്തെ ആരാധിച്ച് മൃഗത്തിലൂടെ പാപം ചെയ്ത് വരുന്ന മനുഷ്യർക്ക് എന്താ വെച്ചാൽ അതിൻ്റെ പരിഹാരമാണ് വിശുദ്ധ കുർബാനയിലൂടെ. അല്ലേ? വിശുദ്ധ കുർബാന മാത്രമല്ല, തുടർന്ന് വരുന്ന പ്രകാരമാണ്. അതിൽ പറയാണ്, അങ്ങിൽ ആശ്രയിക്കുന്നവർക്ക് പോറ്റുന്നത് വിവിധ ധാന്യവിളകൾ സമ്പത്തല്ല, അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ വത്സര മക്കൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത്
രൂപാന്തരം പ്രാപിച്ച് സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ 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 എന്നിട്ട് പറഞ്ഞാണ് അഗ്നിയിൽ നശിക്കാത്തത്. ഇനിയാണ് പ്രധാനപ്പെട്ട അഗ്നിയിൽ നശിക്കാത്തത്, അരുണോദയത്തിൽ ഉരുകി ഇത് മനുഷ്യൻ സൂര്യോദയം. ഇതാണ് ഒരു വിജ്ഞാപനമാണ്. നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും ഇതാ പറയേണ്ടത്. കാരണം എന്താ, പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കർത്താവ് അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ മൃഗാരാധന പങ്കെടുത്തിട്ടുണ്ടോ, നിങ്ങൾ ലോക സുഖങ്ങളിൽ ആസ്വദിച്ചിട്ടുണ്ടോ, അതിനെല്ലാം പരിഹാരമാണ് അഗ്നിയിൽ ഉരുകാത്തത്. എന്താണ് അഗ്നിയിൽ ഉരുകാത്തത്? എല്ലാ വസ്തുവും ഉരുകും. ലോകത്തിലുള്ള സകല വസ്തുക്കളും ഉരുകും. അല്ലേ? ഇപ്പം നമുക്ക് അഗ്നിയുടെ കാലഘട്ടമാണ്. എപ്പോഴും അവിടെ തീ പിടിച്ചു, ഇവിടെ തീ പിടിച്ചു, വേസ്റ്റ് ഇരുമ്പ് ആക്രി പറക്കുന്ന ആലയിൽ പോലും തീയാം. ഇല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടിട്ടാൽ മുനിസിപ്പാലിറ്റി കൊണ്ടത് അതിൽ തീ പിടിക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ കൊണ്ടത്. അല്ലെങ്കിൽ അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ ഉരുകാത്ത ഒരു കാര്യമാണ് പാപം. അഗ്നിയിൽ ഉരുകാത്ത പാപം. എവിടെയെങ്കിലും അഗ്നിയിൽ ഉരുകോ? പക്ഷേ ദൈവാഗ്നിയിൽ അത് ഉരുകും. അതിനാ പറഞ്ഞത് അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കണമെന്നത്, അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നത് വിജ്ഞാപനമാണ്. അപ്പൊ കുർബാന മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആണോ? അല്ലല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയോട് ചേർന്നാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് പാലാ രൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പിൽ പിതാവ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പഴയ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കന്മാർക്ക് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ, അവർ പിതാവ് പറഞ്ഞ 2:30-3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം അന്ന് കേരള സഭയിലുണ്ടായിരുന്നു. ആ കേരള സഭയിലുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പിതാവ് അന്ന് കറണ്ടില്ലായിരുന്നു. അന്ന് കറണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വാഹനങ്ങളില്ല, അന്ന് വീടുകളധികമില്ല, പള്ളിമേടകളില്ല, പള്ളിയില്ല. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന വലിയ ആഗ്രഹം ജനത്തിന് ഉണ്ടായിരുന്നു. 18ാമത്തെ സങ്കീർത്തനം കൂട്ടി ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അന്ന് ദൈവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായി. ഹല്ലേലൂയ. സന്യാസത്തിലെയും പൗരത്തിലെയും അനേകം ദൈവവിളിയുണ്ട്. എന്നിട്ട് പറഞ്ഞ ഇപ്രകാരമാണ്, പള്ളിയിൽ പള്ളിമേടയോ, പള്ളിയിൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, കറണ്ടില്ലാതിരുന്നു, മോട്ടറില്ലാതിരുന്നു, വെള്ളമില്ലാതിരുന്നു. അന്ന് വൈദികർക്കും സന്യസ്തർക്കും പ്രാർത്ഥിക്കണമെന്നും ഇടവകയിലുള്ള ജനങ്ങൾക്കും പ്രാർത്ഥിക്കണം. റോഡുകളില്ലായിരുന്നു, വാഹനങ്ങളില്ലായിരുന്നു. ഇന്ന് നമുക്ക് എന്ന് പുറത്തിറങ്ങി നോക്കിയാലും വൈകിട്ട് ഒരു 4 മണി തൊട്ട് ബ്ലോക്കാണ്. അല്ലേലിയ. വാഹനം പെരുകിക്കൊണ്ടിരിക്കുക. ഒരു ചെക്ക് ബുക്ക് കൊണ്ടുപോയി ഒപ്പിട്ട് കൊടുത്താൽ വാഹനം വീട്ടിൽ കൊണ്ടുവരും. അല്ലേലിയ. പിന്നെ കാശടക്കാതെ വരുമ്പോൾ അത് ജപ്തി നോട്ടീസിലേക്കും പോകും. അപ്പോഴാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അല്ലേലിയ. അത് അന്ന് വാഹനങ്ങളില്ലാതെ വീട്ടിലാകെ ഏറ്റവും വലിയ വാഹനം എന്താണെന്ന് വെച്ചാൽ സൈക്കിളാണ്. അന്ന് എല്ലാ വീട്ടിലും സൈക്കിൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡംബരമായിരുന്നു. ഇന്നെന്താ, വീട്ടിൽ കാറ്, പല കാറാണ്, പല സൈസിലുള്ള കാറാണ്. അല്ലേലിയ. അതുകൊണ്ട് ആ ബിഷപ്പ് പറഞ്ഞ ഇപ്പോഴും മരിച്ചിട്ടില്ലല്ലോ, 100 വയസ്സ് കഴിഞ്ഞു. പിതാവ് പറഞ്ഞത് എന്താ, ഇന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരാഗ്രഹം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇല്ല, കുടുംബങ്ങളിലില്ല. 2:30-3:30 മണിക്ക് എൻ്റെ പ്രകാരം 2:30-3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ പള്ളിയിലെ മണി അടിക്കുന്നത് വരെ പ്രാർത്ഥിക്കും. എന്നിട്ട് എന്താ കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ട് കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് ഓട്ടാണ്. ചില അകലെയുള്ള വീടുകളുണ്ട്, 4-5-10 കിലോ. വീട്ടിലേക്ക് ഓടി വന്ന് ആ കുർബാനയിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുക. ഇന്ന് നമ്മുടെ വീട്ടിൽ കറണ്ടുണ്ട്, ഇന്ന് നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, നമ്മുടെ വീട്ടിൽ മോട്ടറുണ്ട്, നല്ല വീടുണ്ട്,
കാർ പോർച്ചുണ്ട്, ഇഷ്ടംപോലെ വാഹനമുണ്ട്. ഇന്ന് നമുക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, സമയമില്ല. അല്ലെങ്കിൽ അച്ഛന്മാർക്ക് വേടയുണ്ട്, അച്ഛന്മാർക്ക് എല്ലാ സുഖസൗകര്യമുണ്ട്. അതുകൊണ്ട് അച്ഛന്മാരിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറില്ല. പഴയ കാലത്ത് ദൈവത്തെ വിളിക്കണമെന്നുള്ളൊരു ആഗ്രഹം ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വയസ്സായ പിതാവ് പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ വൈദികരെ പ്രാർത്ഥിക്കാൻ ജനത്തെ പഠിപ്പിക്കുവിൻ. കാരണം എന്താ? കർത്താവിനെ നമ്മളെടുത്ത് മാറ്റിവെച്ചു. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുൻതൂക്കം കൊടുത്തു. കർത്താവിനെ മാറ്റി വെച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നമ്മളെടുത്ത് ലോകത്തിലേക്ക് വെച്ചു കൊടുത്തു. അല്ലേ ലോകത്തിലേക്ക് വെച്ചു. അപ്പോൾ ആനയ്ക്ക് വേണമെങ്കിൽ ആനയ്ക്ക് ഉപയോഗിക്കാം, പട്ടിക്ക് വേണമെങ്കിൽ പട്ടിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പന്നിക്ക് വേണമെങ്കിൽ പന്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാളയോ പശുവോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം എന്താ? മൃഗങ്ങളെ ആരാധിക്കാൻ ജനം തുടങ്ങി. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇതൊരു വിജ്ഞാപനമാണ്. വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ മസ്റ്റ്, അനുസരിച്ചിരിക്കുന്നു. വായിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:24-27. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് ഈശോ പല വിശുദ്ധന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലവർ എന്നോട് പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാണ്, അതൊക്കെ മതി അച്ഛാ, പകലൊക്കെ ഇരുന്ന് ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയ്ക്കും കർത്താവ് കേൾക്കും. അതുകൊണ്ട് ഇപ്പ പറഞ്ഞ അഗ്നിയിൽ ഒരുകാത്തത് അരുണോദയത്തിൽ ഒരുങ്ങി, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കണം. കൃതജ്ഞത എന്ന വാക്കിന്റെ അർത്ഥം കുർബാന അർപ്പിക്കണം. ഓരോ കുർബാനയും കൃതജ്ഞതയുടെ കുർബാനയാണ്. ഒരച്ഛൻ ടി വിയിലൂടെ, ശാലോം ടി വിയിലൂടെ പറയാ, ബന്ധന പ്രാർത്ഥന നടത്താൻ പറ്റി 3 മണിക്ക് എഴുന്നേറ്റ് കുർബാനയില്ലേ. 3 മണി എന്ന് പറഞ്ഞാൽ അത് 1-ാം യാമത്തിലാണ്. രണ്ടാമത്തെ കാര്യം, നന്ദി പറയുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നത് വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്റ്റ്, അനുസരിച്ചേ പറ്റൂ. ഇപ്പം പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരു വിജ്ഞാനം, നമുക്കറിയാം, ഒരു നവംബർ മാസം 8-ാം തീയതി പ്രധാനമന്ത്രി നമ്മുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പ്രഖ്യാപനം നടത്താണ്, ഇന്ന് തൊട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ നോട്ടല്ല. എന്നിട്ട് പറഞ്ഞു 8 മിനിറ്റ് 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അവസാനം പറഞ്ഞു, ഇതൊരു വിജ്ഞാപനമാണ്. 145-ാമത്തെ സങ്കീർത്തനത്തിൽ 18 പ്രകാരം പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ, ഹൃദയത്തിൽ ദൈവം ഉണ്ടെങ്കിൽ. കാരണം എന്താ? പാവം ഇരിക്കുന്ന സ്ഥലം എവിടെയാ? ഹൃദയമാണ്. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹം കർത്താവ് സാധിച്ചു തരും. വീണ്ടും പറയാം, അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. അല്ലേ? കുട്ടികളെ എന്താ? കാരണം അവർ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. അല്ലേ? വീണ്ടും പറയാം, എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. എന്നാൽ എൻ്റെ വായ് കർത്താവിനെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 145-ന്റെ 14 വായിക്കാം. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു. അപ്പൊ ഹൃദയ പരമാർത്ഥതയോട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ എന്ത് ചെയ്യും? കർത്താവ് അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കും. ഇവിടെ എന്താ പറയുന്നത്? വീഴുന്നവരെന്ന തട്ടി വീഴുന്നവരല്ല, പാപത്തിന്റെ മേൽ വീഴുന്നവരെ, രോഗത്തിന്റെ മേൽ വീഴുന്നവരെ. അല്ലേ? കർത്താവ് താങ്ങും. നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. പാപത്തിന്റെ പടുകുടിയിലേക്ക് പോകുന്നവരെ ദൈവം അവിടുന്ന് എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് എത്രമാത്രം നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ, പാപത്തിന്റെ പരിഹാരമാണ് പുലർച്ചയ്ക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന. പലരും പറയാറുണ്ട്, ധ്യാനൊക്കെയും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പയ്യനോട് ചോദിച്ചു, എപ്പോൾ പ്രാർത്ഥിക്കും? 6 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക വെച്ചാൽ ഇവിടെ ചങ്കിടിച്ച് പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ്, അതല്ല ഇപ്പോൾ അല്ലേ ആദ്യത്തെ പ്രഭാതത്തിൽ എഴുന്നേറ്റ്
അല്ലേ? കർത്താവിന് കൃതജ്ഞത. 143 സങ്കീർത്തനം 8 നമുക്ക് പറയാം. അതിൽ പ്രകാരം പറയാണ്, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യം എന്താ? കർത്താവ് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങാണ്. എത്രയാ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 25 ഇപ്പം പറയാണ്, എന്താണെന്ന് വെച്ചാൽ ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമെന്നല്ലേ? ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ അപേക്ഷിച്ചു, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഇതാ ഞങ്ങൾ രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ഇപ്പൊ എവിടെയാ അവര് വള്ളത്തിലാണ്. വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി അവർ പറയാ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുടുംബത്തിലായിരിക്കാം, കുടുംബം വെള്ളത്തിലാകാതിരിക്കാൻ വേണ്ടി, ലോകമാകുന്ന വെള്ളത്തിൽ, നദിയിലാകാൻ, കടലിലാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന് അതേപോലെ തന്നെ അതിൻ്റെ സമാന്തര സുവിശേഷങ്ങളിൽ കയറിയോ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം. ഇപ്രകാരം പറയാണ്, കർത്താവ് വള്ളത്തിലുണ്ടായി, അവൻ ഉറങ്ങിയാണ്. അവരെന്ത് ചെയ്തു? ഉണർത്തി പറഞ്ഞു, കർത്താവെ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? വള്ളം മുങ്ങിയാൽ അവർക്കറിയാം ആര് രക്ഷപ്പെടും. കർത്താവിൻ്റെ വഴിക്ക് പോകുന്നത്, അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന അവർക്ക് അറിയാം. അതുകൊണ്ട് അവർ തട്ടി ഉണർത്ത, കർത്താവെ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഹല്ലേലൂയ. അവന് കടലിൻ്റെ മേലും നടക്കാനുള്ള കഴിവുണ്ട്, കടലിൻ്റെ മീതെയും നടക്കാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. 143 സംഖ്യ 8 വായിച്ചു നോക്കി. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ. എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. അല്ലേ? നമുക്ക് എത്ര പ്രാർത്ഥനയുണ്ട്. നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കണം? പുലർച്ചയ്ക്ക് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? അവനെ വിളിച്ചപേക്ഷിക്കണം. എവിടെയാണ് എന്ന്? ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യം. ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 11:10-12 ഇപ്രകാരം പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അല്ലെങ്കിൽ എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അപ്പം പാപം ചെയ്തു കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമം വിളിച്ചാൽ നീ രക്ഷപ്രാപിക്കും. കർത്താവേ, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ മാറണം. എൻ്റെ ജീവിത പങ്കാളി മാറണമെങ്കിൽ ജീവിത പങ്കാളിയല്ല മാറേണ്ടത്, ഞാനാണ് മാറേണ്ടത്. കർത്താവേ, എൻ്റെ മക്കൾ മാറണമെങ്കിൽ ഞങ്ങൾ മാറണം. മാതാപിതാക്കന്മാർ വിശുദ്ധിയിലേക്ക് കടന്നു വരണം. മാതാപിതാക്കന്മാർ വിശുദ്ധിയിൽ പ്രവേശിച്ചാൽ മക്കളിൽ മാറ്റങ്ങൾ സംഭവിക്കും. പൂർവികർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ തലമുറ, കർത്താവ് പറഞ്ഞു, 1000 തലമുറകൾ വരെ ഈ ലോകത്തിൽ നിലനിൽക്കും.